ഞങ്ങൾ സവേരിന്ന് പൊറോട്ട കഴിച്ചു. ആണാ? അടിപൊളി. ദക്ഷിണേ തിരുവാതിരയുടെ ഫൈനൽ റിഹേഴ്സൽ ഇന്നായിരുന്നു. ഓ ആണോ? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. അമ്മ കലക്കി. അച്ഛനപ്പ വരണേ? പിന്നെ വരുമ്പോ പ്ലേ സ്റ്റേഷൻ കൊണ്ടുവരണോട്ടാ. ഓ കൊണ്ടുവരാ. ഒന്നൊന്ന് അച്ഛമ്മയ്ക്ക് കൊടുത്തേ. അച്ഛമ്മ അച്ഛനാണ്. ആ അമ്മേ. വെട്ടത്തട്ട് നീങ്ങിയിരിക്കും മോനെ, മുഖം കാണുന്നില്ലല്ലോ. ഇപ്പൊ കൈക്ക് എങ്ങനെയുണ്ട്? കൈ തിങ്കളാഴ്ച ഞാൻ ഡോക്ടറെ കാണുന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറയും ചിലപ്പോ മാറ്റാൻ പറ്റുമായിരിക്കും ആ സമയത്ത് ബാൻഡേജ്. വേദന ഇല്ലില്ല, കുറവാ. ഓ അമ്മ വേറെന്താ വിശേഷം? ഓ ഇവിടെ എന്താണ്, മറ്റന്നാളാണ് തിരുവാതിര, അതിന്റെ ഓട്ടത്തിലാണ്. അത് ശരി. അടിപൊളി. അവളോടെ? അതെ, ഇപ്പൊ കൊടുക്ക. പിന്നെ നേരം കിട്ടുമ്പോ നീ ആ സതീനെ ഒന്ന് വിളിച്ചേക്കണേ. അവളെന്നെ കിടത്തി പൊറപ്പിക്കണില്ല. മോളെ. ആ വരണമ്മ. സതിക്കാ പൈസ കൊടുത്താൽ മതി എന്നാണ് മോനെ പറയണത്. അതെ, മോക്ക് ഫോൺ കൊടുക്ക. ആ ശ്രീയേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായിരിക്കണേ, കുഴപ്പമൊന്നും. നീ തിരുവാതിരയുടെ വീഡിയോ എടുത്തില്ലേ? നീ എന്താ അയക്കാഞ്ഞത്? പിള്ളേരെടുത്തുണ്ട്, കൊള്ളാങ്കി ഇങ്ങടെ അയച്ചു തരാം. എടി എന്ത് പറ്റി? നിന്നെ കാണില്ല. നീ എവിടെ? എന്നെ നോർമൽ കോൾ വിളിക്കും ശ്രീയേട്ടാ. ഇത് വെക്കി. ആ ശരി. ഹലോ ഹലോ, ഡോക്ടർ എന്താ പറഞ്ഞ? തിങ്കളാഴ്ച നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. അമ്മയോട് എന്ത് പറഞ്ഞു? ഇനി നീ പറഞ്ഞത് കൊളാക്കാൻ നിൽക്കണ്ട. ഞാനാണോ കോളാക്കിയത്? ഇതിപ്പോ ആ ചെക്കൻ വാട്സപ്പിൽ ഫോട്ടോ അയച്ചെന്നില്ലായിരുന്നെങ്കിലും ഞാൻ എങ്ങനെ അറിയാനാണ്? ഗ്രാഫിക് ഡിസൈനർ ആണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയിട്ട് അവിടെ ചെന്ന് ബിൽഡിങ്ങിൽ തൂങ്ങിക്കിടന്ന് പെയിന്റ് അടിക്കാനായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടാ ശ്രീയേട്ടനോട് ഗൾഫിൽ പോയി കാശ് ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അതെങ്കിൽ മക്കള് പറഞ്ഞിട്ടുണ്ടാ? നീ അത് വിടുമണി. കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് പോരാനുള്ളതിന് പകരം അവിടെ കിടന്ന ബിൽഡിങ്ങിൽ എനിക്ക് ആ പടം കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. എടി നീ തൽക്കാലം പോയി കിടന്ന് ഉറങ്ങ്, ഞാൻ വിളിക്കാം. ഞാൻ ഉറങ്ങണൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറയാം, കൈ ശരിയായി കഴിഞ്ഞാ അവിടുന്ന് ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് പോരണം. കേക്കണുണ്ടാ ഞാൻ പറയണത്? ശരി എന്നാ വേറൊന്നുമില്ലല്ലോ? ഇല്ല ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. ശരി, ഗുഡ് നൈറ്റ്.